ഗുരുവായൂരപ്പനെക്കുറിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല അല്ലേ? അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും കേൾക്കുന്നതും ഇഷ്ടമായിരിക്കും. നമുക്കറിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒരുപാടുണ്ട് താനും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഒരു ദിവസത്തെ ഭജനത്തിനൊക്കെ പോകുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ ഭഗവാനെ തൊഴുതതിന് ശേഷം കൂത്തമ്പലത്തിൻ്റെ പരിസരത്തിരുന്ന് നാമം ജപിക്കണം. ഇഷ്ടമുള്ളതും അറിയുന്നതുമായ കീർത്തനങ്ങൾ നമുക്ക് ചൊല്ലാം. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കീർത്തനം നമുക്ക് അറിയില്ല എന്നിരിക്കാം, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നാരായണ നാരായണ എന്ന് നമുക്ക് ജപിക്കാനായിട്ട് അറിയാലോ. അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ ജപിക്കാം. കാരണം നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഏത് സമയവും ഓടിക്കളിച്ചിരുന്ന സ്ഥലമാണ് ആ കൂത്തമ്പലം. പണ്ട് കാലത്ത് അവിടെ ഒരു ഇലഞ്ഞിമരമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ണിക്കണ്ണൻ കളിയാടിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ പാദസ്പർശമേറ്റ സ്ഥലത്ത് നമുക്ക് ഭഗവാന്റെ പാദസര കിലുക്കവും പുഞ്ചിരി ശബ്ദവും ഒക്കെ കേൾക്കാമെന്ന് പറയുന്ന ആ സ്ഥലത്ത് തീർച്ചയായും കുറച്ച് സമയം അവിടെ ഇരുന്ന് നാമം ജപിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.